തമ്പ്ര, അങ്ങയുടെ ക്ഷേത്രം പൊളിച്ചത് പറങ്കികളാണ്. ഇനി അങ്ങയ്ക്കൊരു ക്ഷേത്രം പണിഞ്ഞു തരുന്നത് വരെ അങ്ങ് ഈടെ കൊടി കൊള്ളണം. എനിക്കിനി കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ ക്ഷേത്രങ്ങൾ വേണ്ട. മനസ്സിലായില്ല തമ്പ്ര? അയ്യോ, എടാ ആഹാ, എന്തൊരു സമാധാനം. ആ പോത്തീന്ന് എത്ര ഇറച്ചി കിട്ടും? എന്ത്? ആ പോത്തീന്ന് എത്ര ഇറച്ചി കിട്ടൂന്ന്? ആ, ഈ പോത്തോ? എടാ ആ, നീ വന്നോ? നോക്കോക്കളെ, കിട്ടി. നോക്ക്, പണ്ട് ഒരു ക്ഷേത്രം ബ്രിട്ടീഷുകാർ വിളിച്ച കേസിനകത്ത് പറയണ്ട്. നോക്കി, വായിച്ചു നോക്ക്. അവിടെ പോയാലോ നമുക്ക്? അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിൽ പോ. എന്നോട് ചോദിക്കണ്ട, ഞാൻ ഇല്ല. എടാ വാടാ. എടാ എത്ര ആണേട്ടാ അന്വേഷിക്കണത്? നിനക്ക് അറിയാവുന്നല്ലേ? എടാ ബാബാ, നമുക്ക് പോയിട്ട് വരാം. പ്ലീസ് 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 പ്ലീസ്. എടി നീ ഒന്ന് പറയാം, പ്ലീസ് പ്ലീസ്. എടാ വാടാ. എടാ വാ. അല്ല, ഇനി നിനക്ക് പേടിയാന്നുണ്ടേ നീ വരണ്ട. എന്നാ ശരിയാ. എന്നെ വെച്ചോ, എനിക്ക് പേടിയാ. അയ്യേ. എടാ പോടാ, എടാ വാടാ, എടാ വാടാ, നമുക്ക് പോയിട്ട് വരാം. പ്ലീസ് ചുമ്മാ പോയിട്ട് വരാം. എടാ ചുമ്മാ പോയിട്ട് വരാം. വാ എടാ വാ. ഞാൻ പോവാണേ. ആ, വരാൻ വന്നാലേ പറ. പറ്റൂ. വാ. എന്നാ വാ വാ, എഴുന്നേറ്റ് വാ. എടാ വാടാ, വാ. ഇവന്റെ കാര്യം. എടാ വാടാ, ചായ പറയാല്ലേ? കാപ്പി മതി. അല്ല വേണ്ട, ചായ മതി. എടാ നിനക്ക് ആയല്ലേ? ചേട്ടാ 3 ആയ? 3 ചായ. 3 ആയ. വല്ലതും വേണോ? ഉണ്ടാന്ന് തോന്നുന്നു. കൊള്ളൂലെന്ന് തോന്നുന്നു. ചേട്ടാ, ഓ അതെ, ഒരു കാര്യം ചോദിക്കേണ്ടായിരുന്നു. പറഞ്ഞോ, ഈ കാവില്ലേ, ഈ കാവ്, ചെമ്പനാട്ട് കാവ്, ആ അറിയോ? അറിയാലോ. എന്തേ? അല്ല, ഇതെവിടെ അടുത്താണോ? അവിടെ എങ്ങനെ പോണേ? ഇവിടുന്ന് ആ വഴി അങ്ങോട്ട് തിരിഞ്ഞാ മതി. ആണോ? എന്തു പറ്റി? ഇല്ല, ഇവിടെ ഇതിലെ ന്യൂസ് കണ്ടായിരുന്നേ. അപ്പോൾ ബ്രിട്ടീഷുകാരെന്തോ പൊളിച്ച കാവ്, അങ്ങനെ എന്തോ പറഞ്ഞൊരു ന്യൂസല്ലേ കണ്ടേ. അപ്പോൾ കുറച്ച് പിള്ളേർ ഇവിടുന്ന് കാണാണ്ടാവണ ഒരു ന്യൂസ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കണ്ടായിരുന്നേ. ഞാൻ ഇങ്ങനെ കുറച്ചാലായി ഇങ്ങനെ നോക്കണതാ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ
ഞാൻ കണ്ട്. അപ്പോൾ സ്ഥലം ഒന്ന് വന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതാ. ഇവിടെ അടുത്താണല്ലേ? ഇവിടെ അടുത്താ. കുറച്ച് കാലമായിട്ട് കുറെ പെൺകുട്ടികളെ കാണാണ്ടാവുന്ന കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇതും പിന്നെ കാവല ന്യൂസും കൂട്ടി നോക്കിയപ്പോൾ അത് തമ്മിൽ ഇത് തമ്മിൽ എന്തൊരു ബന്ധമുള്ളല്ലോ തോന്നി. ഇതിനെപ്പറ്റിയൊരു വലിയൊരു കഥയുണ്ട്. കഥയോ? അതെ, അതായത് പണ്ട് ഈ ബ്രിട്ടീഷുകാർ ചെമ്പനാട്ട് ചാത്തൻ്റെ ക്ഷേത്രം നശിപ്പിച്ചു. അപ്പോൾ അവരുടെ ആ ഭക്തന്മാർ വേറൊരു ക്ഷേത്രം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചെമ്പനാട്ട് ചാത്തൻ ഇവരോട് പറഞ്ഞു, അദ്ദേഹത്തിന് കല്ലും മണ്ണും കൊണ്ടുള്ള ക്ഷേത്രമല്ല വേണ്ടത്, പകരം മനുഷ്യ ശരീരമാണ് ക്ഷേത്രമായിട്ട് വേണ്ടത്. അപ്പോൾ എന്തോ ആർത്തവം കഴിയാത്ത പെൺകുട്ടികളുടെയോ യുവാക്കളുടെയോ ഒക്കെ ശരീരമാണ് വേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് കേട്ടുകേൾവി. അതുകൊണ്ടാണ് ഈ കുറേ പെൺകുട്ടികളുടെയൊക്കെ മിസ്സിംഗ് കേസും കാര്യങ്ങളൊക്കെ വരുന്നത്. ബലിയുടെ സമയത്ത് കഴിഞ്ഞ വർഷം കിട്ടിയ ശരീരത്തിൽ നിന്ന് ചാത്തൻ പുതിയ ശരീരത്തേക്ക് മാറും. പിന്നീട് ആ പഴയ ശരീരം ചാത്തൻ തന്നെ തിന്നും. ഇതൊക്കെ എല്ലാ കൊല്ലം ഇവിടെ നടക്കാറുള്ളതാണ്. നാട്ടുകാരൊക്കെ പക്ഷെ ഭയങ്കര സപ്പോർട്ടാണ് ഇവിടെ. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. പുറം ലോകത്തോട്ട് അങ്ങനെ ആർക്കും അറിയാനും പോകുന്നില്ല. അതാണ് ഇവിടുത്തെ കഥ. എന്നാ നമുക്ക് പോയി നോക്കാല്ലേ? അയ്യോ ഞാനൊന്നുമില്ല, നിങ്ങൾ തന്നെ അങ്ങ് പോയാൽ മതി. എന്തേ വന്നപ്പോ ഇങ്ങനെ ഒന്നും ഓ പിന്നെ പെണ്ണുങ്ങളെയൊക്കെ ബലി കൊടുക്കുന്നത്, ഞാനൊന്നുമില്ല, നിങ്ങൾ വെക്കോ. നേരത്തെ എന്തൊക്കെ ധൈര്യമായിരുന്നു. നമുക്ക് പോവാം. ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും പോവാം. അതൊക്കെ അത്രേ ഉള്ളൂ. വാടിയോടുന്ന് ഇപ്പൊ ധൈര്യമൊക്കെ എന്നിട്ട് ചോർത്ത് പോയാ? ഞാനില്ല, നിങ്ങൾ പോയിട്ടോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്നാ നമുക്ക് പോവാം. എന്തായാലും വന്നാലേ പോവാ. നീ ഇവിടെ ഇരുന്നോട്ടോ. ഇരുന്നോളാം. ചേട്ടാ ഇറങ്ങാണേ. ആ ഇവിടെയല്ലേ? അതെ അതെ അതെ. അവള് പേടിച്ചെന്ന് തോന്നണേ. അവിടെ ഇരിക്കട്ടെ. എന്നാ അവിടെ ഇരിക്കട്ടെ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? എടാ അതല്ല, ഞാൻ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമുക്കങ്ങോട്ട് പോണോ? എനിക്കല്ല പേടിയാവുന്നുണ്ട്. എടാ അത് നോക്കണ്ട, ഒറ്റ മൈൻഡ്. നമ്മൾ പോകുന്നു, കാണുന്നു, വരുന്നു, അത്രേ ഉള്ളൂ. ഡാടാ അടച്ചെടുക്കണല്ലോ. അടച്ചായിരിക്കില്ല, നോക്കണോ? വേണോ? നോക്കാടാ. എടാ തുറന്നേക്കടാ. കൊള്ളാലേ? എടാ നീ ആവശ്യമില്ലാത്ത തൊടല്ലേ. കണ്ണാടി. എടാ എടാ വീടല്ലേ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? എടാ വാന്ന്. എടാ നീ വന്നേ, നമുക്ക് പോവാം. ഇല്ല കാട്ടൊന്ന്, നീ അടങ്ങിരി. എനിക്കെന്തോ പന്തിയുടെ ഒന്നിലൂടെ. എന്ത് പന്തി ഇടൂ? ഒരു പന്തി ഇടൂല. നീ ഇവിടെ വന്നേ, നീ കാട്ടത്.
എടാ കണ്ടെടുത്തോളം മതി. ഈ വന്നേ, നമുക്ക് പോവാം. എടാ വന്നേടാ. എൻ്റെ ഒരു കാര്യം എന്നാ വാ. അല്ല ചേട്ടാ, ചേട്ടനല്ലേ പറഞ്ഞത് അവർ ഈ പ്രായപൂർത്തിയാവാത്ത കൊച്ചു പെമ്പിള്ളേരെയും യുവാക്കളെയും ഒക്കെയാ കൊല്ലുന്നേന്ന്? അപ്പം എൻ്റെ ഫ്രണ്ട്സ് പോയത് അപകടമല്ലേ? അപകടമാണ്. ചേട്ടൻ പിന്നെ എന്നെ അവരോട് പോകണ്ടെന്ന് പറയാതിരുന്നേ? ചേട്ടാ ഒരു ചായ. ആ ചേട്ടാ തല. എന്ത്? എടാ എന്താടാ അവിടെ വെളിച്ചം? വാ, നീ എന്തേ നടുക്കേറിയിരിക്കുന്നതിൻ്റെ? നിനക്ക് കുറച്ച് സംശയങ്ങളുണ്ടല്ലേ? ശരിയാണ്, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ബലി കൊടുക്കാറുണ്ട്. എന്നാൽ കുറച്ച് വർഷങ്ങളായിട്ട് പെൺകുട്ടികളെയാണ് ബലി കൊടുക്കാറ്. അങ്ങനെയാണ് കേട്ടുകേൾവി. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് പെൺകുട്ടികളുടെ ശരീരത്തേക്കാണ് ചാത്തൻ പ്രവേശിക്കുന്നത്, എന്നാൽ ആൺകുട്ടിയുടെയോ അവൻ്റെ ആത്മാവിലേക്കും. എടാ ആരുടെ കിടക്കണേ? നീ വന്നേ, പോവാം വാ. ആത്മാവില്ലാത്ത ശരീരമോ? ആത്മാവില്ലാത്ത ശരീരത്തിനെന്താ സംഭവിക്കുക? എഴുന്നേക്ക് എഴുന്നേക്ക്. ആത്മാവില്ലാത്ത ശരീരം നീ കണ്ടിട്ടുണ്ടോ? എഴുന്നേക്ക് എഴുന്നേക്ക്. ചേട്ടാ, അവർ പോയിട്ട് ഒത്തിരി നേരമായല്ലോ. അവരെ കാണുന്നില്ലല്ലോ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? നീയോ ഞാനോ ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഒന്നും മാറാൻ പോകുന്നില്ല. ഒന്നനങ്ങി വന്നേ നീ. ഇനി മേലെ നിന്നൊരു പരിപാടിക്കിനെ വിളിച്ചു വരുത്. മനുഷ്യൻ്റെ ജീവൻ തിരിച്ചിട്ടെൻ്റെ ഭാഗ്യം. ഒന്ന് വരുമോ? കാരണം അവർക്ക് പലതും അവിടെ മനസ്സിലാവാത്തതും ഉണ്ടാകും. അവർ അവിടെ പലതും തിരയുന്നുമുണ്ടാകും. മനുഷ്യൻ്റെ മനസ്സിന് എത്തിപ്പെടാനോ മനുഷ്യൻ്റെ കണ്ണിന് കാണാനോ കഴിയാത്തതായി പലതും അവിടെ നടക്കുന്നുണ്ടാകും.